നമസ്കാരം. ഇത് മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം. പോയ ആഴ്ച വിഷ്ണു ഇല്ലായിരുന്നു. പക്ഷേ ഈ ആഴ്ച വിഷ്ണു ഇരിക്കുന്നു. എന്തൊക്കെ ചോദ്യമെന്ന് നോക്കാം. നമസ്കാരം എല്ലാവർക്കും. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചോദ്യത്തിന് നമ്മൾ സാറടുത്ത് ചോദിച്ച് സർ നമസ്കാരം സർ. നമസ്കാരം. സർ ആദ്യത്തെ ചോദ്യം ഈ വാൺബ പിങ്ങേഴ്സ് വന്നിട്ട് അവരെ സ്റ്റേക്കിന് IDFCയിൽ 10% കൂട്ടണമെന്ന് നോക്കുന്നല്ലേ സർ? എത്ര രൂപ സർ IDFCനെ ഞങ്ങൾ കൺസിഡർ ചെയ്യാം? അത് നമുക്കിന്ന് പറയാൻ പറ്റില്ല. ഇത് സത്യത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ബാങ്ക് പോലെയാ. സോ ഓൾറെഡി ഇത് ഒരു 5 വർഷത്തിന് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് വന്നായിരുന്നു. ഇതുവരയ്ക്കും അവർ പറഞ്ഞതെല്ലാം നടത്തിയായിരുന്നു. അതിന്റെ മുമ്പേ തീർത്തായിരുന്നു. ഹി വിൽ ബി ദി ഫോർത്ത് ലാർജസ്റ്റ് ബാങ്ക്. സോ അന്ന് എന്ത് വാല്യൂഷൻ ഇരിക്കും എന്ന് നിങ്ങൾ അനൗൺസ് ചെയ്ത് യു ഷുഡ് ഏബിൾ ടു വർക്ക്ഔട്ട് വാട്ട് ഇസ് ദി ബുക്ക് വാല്യൂ. അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ നെക്സ്റ്റ് 4 ഇയേഴ്സിൽ ഗ്രോത്ത് ഇരിക്കുമെന്ന് പറയാം. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു 6 വർഷം അവർ ഇരുന്നായിരുന്നു. ഇനിയൊരു 13 വർഷം സ്ട്രെച്ചായിട്ട് അവർ ഇരുന്നെങ്കിൽ RBI അലോ ചെയ്താൽ ഓക്കെ ഇറ്റ് ക്യാൻ ബി. ഇല്ലെങ്കിൽ ഇനി ഒരു 8 വർഷം കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കും. 8 വർഷം കഴിഞ്ഞിട്ട് ആര് RBI ഗവർണർ ആയിരിക്കും? വൈദ്യനാഥന് ഒരു എക്സ്റ്റൻഷൻ കിട്ടുമോ? അങ്ങനത്തെ ചോദ്യങ്ങളും ഒരുപാട് ഉണ്ട്. അടുത്ത 7 വർഷം വളരെ ക്രൂഷ്യലായിട്ടിരിക്കും. അവർ വലിയ റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ചെയ്യും. എസ്പെഷ്യലി ക്രെഡിറ്റ് കാർഡ്സൊക്കെ അവർക്ക് നന്നാ അറിയാം. സോ റീറ്റെയിൽ ബാങ്കിൽ നിന്ന് ഒരു എക്സ്പാൻഷൻ വരും. സോ ഗ്രോത്തും റാപ്പിഡായിട്ടിരിക്കും. ഇതൊരു മൂവിങ് ടാർഗറ്റ് പോലെ ഇരിക്കും. സോ ഇപ്പോൾ ഇരിക്കുന്നത് സ്റ്റാഗ്നൻ്റാ. നമ്മൾ 27 രൂപയിലിരുന്ന് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ലോങ്ങിറ്റ്യൂഡ് കവറിൽ അത് മൂവ് ആകും. സോ ഇനീഷ്യലായിട്ട് ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തതുപോലെ ഇരിക്കും. അറ്റ് വൺ സ്റ്റേജ് ഇറ്റ് വിൽ ടേക്ക് ഓഫ്. കല്യാണിലും അതുപോലെ തന്നെ ഒന്ന് നടന്നത് സർ. നിങ്ങൾ വന്നിട്ട് ഒരു HDFC ബാങ്കിൻ്റെ ഇനീഷ്യൽ ഫേസസ് പോലെ നോക്കണം. ഇതിന് പാരലൽ വന്നിട്ട് HDFC ബാങ്ക് ആൻഡ് ICICI ബാങ്ക് തന്നെ. ഇത് എന്ത് ചോദിക്കുന്നു വെച്ചാൽ ഇതില് വാൺബ പിൻകസ് അകത്ത് വരുന്നു. ഇതിൽ വന്നിട്ട് കല്യാൺ ജുവലേഴ്സ് IPO വന്നപ്പോ അത് IPO താഴെ പോയല്ലേ? അതൊക്കെ പോകത്തില്ല. ഇതിൽ വന്ന് എന്തെന്ന് വെച്ചാൽ വാൺഗസ് പിങ്കേഴ്സിനും വൈദിക്കും ഒരു ലോങ് റിലേഷൻഷിപ്പ് ഇരിക്കുന്നു. വാൺഗസ് പിങ്കേഴ്സ് ഇവൻ എക്സിറ്റഡ് IDFC ബാങ്ക്. IDFC ഫസ്റ്റ് മെർജായ സമയത്തിൽ വെളിയിൽ പോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. തിരികെ അകത്ത് വന്നിട്ടുണ്ട്. ഇഫ് യു ആർ പേഷ്യൻറ്റ് ആൻഡ് വില്ലിംഗ് ടു വെയിറ്റ് ഫോർ 5-6 ഇയേഴ്സ് ഇത് ഗുഡ് ഫേസ്. എന്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ സർ, ഇപ്പൊ വന്നിട്ട് അപ്രോക്സിമേറ്റ് 60 70 രൂപയുടെ അകത്ത് ഇരിക്കുന്നു എന്നാൽ ജനങ്ങൾ അറിയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ കല്യാൺ ജുവലേഴ്സ് സാർ, ഞാൻ ഇത് തീർത്ത് പറയാം. ഇല്ല, കല്യാൺ ജുവലേഴ്സിന് കൂടെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു. സാർ, ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, എക്സാമ്പിൾ പറയാൻ പറഞ്ഞ സാർ. അതങ്ങനെ ചെയ്യാനേ പറ്റത്തില്ല. എന്ത് ഞാൻ പറയണമെന്ന് വെച്ചാൽ കല്യാൺ ജുവലേഴ്സ് വേറെ ബിസിനസ്. ഇറ്റ്സ് എ റീറ്റെയിൽ ഫേസിങ് ബിസിനസ്. ഇത് മണി ലെൻഡിങ് ബിസിനസ്. കല്യാൺ ജുവലേഴ്സിൽ ലിവറേജസ് ഇല്ല. ഇവിടെ എനോറമസ് ലിവറേജസ്. സോ 7500 കോടിയെ നിങ്ങൾ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ 75,000 കോടിയായിട്ട് നോക്കണം. സോ ദിസ് 7,500 crores which is coming from Abu Dhabi. ഇൻവെസ്റ്റ്മെന്റ് Quality and Wanbat Pincus. Leverage him to take 1,00,000 കോടി ഡെപ്പോസിറ്റ് വാങ്ങാൻ വരും. ഓക്കെ. ആ 1,00,000 കോടിയെ ലെൻഡ് ചെയ്ത് എത്ര ലാഭമെന്ന് നോക്കണം. ഇതുകൊണ്ട് തന്നെ തിരികെ നിങ്ങളടുത്ത് പറയുന്നു, ബാങ്കിങ് ഇസ് എ ഡിഫറെൻറ്റ് ഗെയിം. ബാങ്കിങ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ്. കോമ്പാക്റ്റ് എന്ന് പറയും. ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എത്ര വേണമെങ്കിൽ കടൻ വാങ്ങിക്കും. അത് നീ കുറച്ച് പട്ടികയിൽ എനിക്ക് തന്നുകൊണ്ടേ ഇരിക്കണം. ഈ ടേം നീ മാർക്കറ്റിൽ നിന്ന് എത്ര വേണമെങ്കിൽ കടൻ വാങ്ങ്, എത്ര റേറ്റിന് വേണമെങ്കിലും കടൻ കൊട്. ബട്ട് ഞാൻ കടൻ ചോദിക്കുന്ന സമയത്തിൽ നീ എൻ്റെ കടൻ തരണം. ബട്ട് നാളെ ഒരു ദിവസം നിനക്ക് പ്രോബ്ലമായി, നിനക്ക് തിരികെ കെട്ടാൻ പറ്റിയില്ല എന്നാൽ ഞാൻ RBI കൊണ്ട് ലിക്വിഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്താകുമെന്ന് വെച്ചാൽ ബേസിക്കലി ഇത് റിസർവ് ബാങ്ക് കൺട്രോളിൽ വരും. എൻഡിങ് വന്നിട്ട് ഈ MD CEO കൺട്രോൾ ചെയ്ത് നിൽക്കും. ഇവർ ഓവറാ പോയെങ്കിൽ ഇവരെ പുറകെ പിടിച്ച് ഇളുക്കും RBI. ഇക്വിറ്റിക്ക് കയറാൻ നിങ്ങൾ ഡെപ്പോസിറ്റ് വാങ്ങിക്കൊണ്ടേ ഇരിക്കാം. മോർ ഇക്വിറ്റി മോർ ഡെപ്പോസിറ്റ്. 10 ടൈംസ് എന്ന് കുറച്ചാണ് പറഞ്ഞത്. 20 ടൈംസ് 30 ടൈംസ് പോകാം. ഈ 7,500 കോടി ഇടുന്ന കാരണത്താൽ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കർണാടക ബാങ്ക്, തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ഒക്കെ ഓവർനൈറ്റിൽ അവർ കഴിച്ചായിരുന്നു. സിസ് ടു ബി ഫ്രാങ്ക്, ഇത്ര വർഷം കഴിഞ്ഞ് അവർ വന്നു, പെട്ടെന്ന് അവർ മുകളിൽ കയറി. അതായത് 100 വർഷത്തിൻ്റെ ബാങ്കിന് അയാൾ 10 വർഷത്തിൽ ഓവർടേക്ക് ചെയ്തു. അത് നിങ്ങൾ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ ഫോർമുല ആൻഡ് റേസിംഗ് നോക്കണം. ഇയാൾ അടുത്ത ഷൂ മേക്കറാ. അതന്നെ ചോദ്യം സാർ. അവർ ചോദിക്കാൻ വന്ന ചോദ്യത്തിന് സാർ ചോദിച്ച് തീർക്കാം. അത് ശരിയാ തെറ്റാന്ന് നോക്കിയിട്ട് പറയണം സാർ. ഇപ്പോൾ വാൺ ബർഗസ് ഒരു കമ്പനിയുടെ വന്ന ശേഷം അത് 800-900 ലെവലിൽ പോയായിരുന്നു. ഇങ്ങനത്തെ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളൊരു ബിസിനസ് മനസ്സിലാക്കുന്നില്ല. വാൺ ബർഗസ് ഫ്യൂച്ചറിൽ ഇട്ടത് എന്തായി, ഒരു ബിസിനസ്സിന് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ തിരികെ പറഞ്ഞായിരുന്നു. 40 ടൈംസ് യു ഫോക്കസ്ഡ് ഓൺ മണി. ഇത്ര റിട്ടേൺസ് വരുമെന്ന് നിങ്ങൾ ഫോക്കസിലേ ഇങ്ങനെ ഇരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ കാശ് സമ്പാദിക്കത്തില്ല. അപ്പോൾ വന്നിട്ട് ഒരു കർവ് വ്യവസായ ബാങ്ക്
സൗത്ത് ഇന്ത്യൻ ബാങ്കോ, കാത്തലിക് സിറിയൻ ബാങ്ക്, ഇതൊക്കെ ഓവർടേക്ക് ചെയ്യുന്നത് തന്നെ നിങ്ങൾ നോക്കത്തില്ല. എത്ര തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് ബ്രാഞ്ച് നോക്കുന്നു നിങ്ങൾ? വളരെയധികം എത്ര IDFC ഫസ്റ്റ് ബാങ്ക് ഇരിക്കുന്നു മെഡ്രാസിൽ ബ്രാഞ്ചിൽ? ഒരുപാട് കാണാൻ പറ്റുന്ന സർ. അതന്നെ ഇത്. അതായത് ഇത് എന്തെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വിജയശേഖരനെ വെച്ച് ക്രിക്കറ്റ് കളിക്കുന്നില്ലേ? സാർ ഇത് ആപ്പിൾ ആൻഡ് ഓറഞ്ച് കമ്പാരിസൺ സാർ ഈ ചോദ്യം. ഇവർ കളിക്കുന്നതേ വേറെ ലെവൽ ഗെയിം. ആ ഗെയിമിൽ നിനക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിനക്ക് ഒരു ചാൻസ് തരണം. അതിനെ വിട്ടിട്ട് തെറ്റായി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. യു ഷുഡ് ലുക്ക് അറ്റ് ദി എക്സ്പെൻഷ്യൽ ഗ്രോത്ത് ഓർ ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ഗ്രോത്ത്. ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ഗ്രോത്ത് വന്നിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് അത് 20 മടങ്ങൊന്നും പോകത്തില്ല. ഞാൻ 10 രൂപയ്ക്ക് വാങ്ങി അതിന് 2000 രൂപ വരെ പോയി നോക്കിയായിരുന്നു. ഒരു പ്രാവശ്യം ക്രൈസിസ് വന്ന സമയത്തിൽ കൊലാപ്സ് ആകും, തിരികെ വാങ്ങും, പിന്നെ അതിനെ ശരിയാക്കും. അത്രയും തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇവർ വന്നിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ തീർത്ത് കെട്ടും. ധൈര്യമായിട്ട് പറയാൻ ഇത് നമ്പർ 4 എന്ന്. അങ്ങനെ വെച്ചാൽ എന്ത്, ഞാൻ കോട്ടക് മഹീന്ദ്രയിനെ തീർക്കുമെന്ന് പറയുന്നു. ഹി ഹാസ് എ പ്ലാൻ ആൻഡ് ഹി ഹാസ് എ സ്കെയിൽ. ഹി ഹാസ് ലുക്കിംഗ് ഫോർ എ ജ്വല്ലറി കമ്പനി എങ്കിൽ ഞാൻ അടുത്ത ടൈറ്റനായിട്ട് വരും. ഞാൻ തനിഷ്കിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറയും. കല്യാൺ ജുവലേഴ്സിനും തനിഷ്കിനും കമ്പാരിസണേ ഇല്ല. ഹി വിൽ സക്സീഡ് ഓർ ഹി വിൽ ഫെയിൽ. ടാർഗറ്റ് നിന്ന് ഫിക്സ് ചെയ്യണത് തന്നെ. അവർക്ക് ഈ 7,500 കോടി ആവശ്യമില്ല. അയാൾ ഇന്ന് 7,500 കോടി രൂപ കൊടുക്കാൻ ആൾറെഡി അയക്കുന്നു. ഓക്കെ സാർ. സാർ ഇപ്പൊ വന്നിട്ട് അഗ്രസീവായിട്ട് സ്വർണത്തിന്റെ വില ഏറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അഗ്രസീവായിട്ട് ഞാൻ ഗോൾഡിൽ ഇറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഗോൾഡ് പീസ് ഒരു 100 രൂപ വരണവരെ എന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റിനെയും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചോണ്ട് ഗോൾഡിൽ വാങ്ങാറ്റ സാർ. ഇതിന്റെ സേഫ്റ്റിന് ഒരു എമൗണ്ട് 200 ഗ്രാം ഇരിക്കുന്ന ഇല്ലയാന്ന് നീ തന്നെ ജഡ്ജ് ചെയ്യണം. അഗെയിൻ ആൻഡ് അഗെയിൻ ഗ്രീഡ് ഫോർ ദി മണി. ഇതുപോലത്തെ ഗ്രീഡ് ഇരുന്നാൽ എന്താകുമെന്ന് അറിയാമല്ലേ? 3ാമത് ബാളിന് നീ പാതി പിച്ചിൽ നിന്നിരിക്കും. ബാൾ വന്നിട്ട് ധോണിയുടെ കയ്യിലിരിക്കും. അയാൾ 50 വയസ്സിനെ സ്റ്റംപിങ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ സ്റ്റിക്ക് ടു എ പ്ലാൻ. എൻ്റെ 200 ഗ്രാം ഗോൾഡിന് എത്ര ദൂരത്തിൽ ഇരിക്കുന്നു, മറ്റു കാര്യങ്ങളിൽ ഞാൻ എവിടെ ഇരിക്കുന്നു, ഇന്ന് മറ്റതിലൊക്കെ വാല്യൂ ഇരിക്കുന്ന ആ ഗ്രാഫ് വന്നിട്ട് എല്ലാ ഗ്രാഫിനെയും പ്ലേ ചെയ്യും. നിനക്ക് ബാലൻസ് ചെയ്യാൻ അറിയണോ? ആ ബാലൻസ് നീ തന്നെ പഠിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി ബാലൻസ് ചെയ്യുന്നു പറഞ്ഞാൽ എന്നെ കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സാർ. അടുത്തത് ഈ രൂപ വന്നിട്ട് 92-93 രൂപയ്ക്ക് പോകുന്നു സാർ പറഞ്ഞായിരുന്നു. 53 എന്ത് ലെവലിൽ വന്നിരിക്കുന്നു? റിസർവ് ബാങ്ക് വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. 92 രൂപയ്ക്ക് പോയി തന്നെ ആകണം. ഇവിടെ നിന്ന് ഒരു 10 രൂപ ഡെഫിനറ്റ് ആയിട്ട് വീഴും. എപ്പോൾ വീഴുമെന്നാണ് ചോദ്യം. ഈ സമയം കൊണ്ട് നിങ്ങൾ എക്സ്പോർട്സ് ഭയങ്കരമായിട്ട് കയറി, IT സെയിൽസ് ഭയങ്കരമായിട്ട് കയറി, ഫാർമ സെയിൽസും വളരെ കയറിയാൽ 83 കറക്റ്റ് വാല്യൂ. IT വാല്യൂ ഇപ്പോൾ കിടപ്പില്ല, അതല്ല ICUലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഇല്ല, സെയിൽസ് ഇല്ല, മീൻസ് കോമ്പറ്റീറ്റീവ് ഇല്ല ഗെയിമിൽ. ഓക്കെ റൈറ്റാ? നിന്റെ മെർച്ചൻഡൈസ് സൈഡ് എക്സ്പോർട്ടും ഗ്രോത്ത് ഇല്ലാതെ കുറയുന്നു. ദാറ്റ് മീൻസ് വെരി സക്സസ്ഫുള്ളി എഞ്ചിനീയറിംഗ് പഠിച്ച റിസർവ് ബാങ്ക് ഗവർണർ ഈസ് മേക്കിംഗ് റീഡ് ഇന്ത്യൻ എക്സ്പോർട്ടർ ആൻഡ് കോമ്പറ്റേറ്റീവ്. അത് മാർക്കറ്റ് ഒരു ദിവസം പാഠം പഠിപ്പിക്കും. തിരികെ വീഴും. 71 നിന്ന് 85ക്ക് വീഴുന്നല്ലേ? അതുപോലെ തന്നെ 85 നിന്ന് 93 എന്തെങ്കിലും ഒരു ദിവസം നടക്കും. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ IT ഫാർമ പോലത്തെ നോക്കിക്കൊണ്ട് മാത്രമേ ഇരിക്കാമോ സാർ കുറച്ച് ദിവസത്തിന് സാർ? IT എനിക്ക് അറിയത്തില്ല. IT അമേരിക്കയിൽ എന്താകുന്നു എന്ത് എനിക്ക് നോക്കണം. ഫാർമ ഇന്നും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. ഗോൾഡ് റീറ്റെയിലിംഗ് വാങ്ങാം. ഗോൾഡ് ലോണിന് എഗെയിൻസ്റ്റ് ആയിരിക്കുന്ന കമ്പനി വാങ്ങാം. ഗോൾഡ് വാങ്ങാം. ഡോളർ ബേസ്ഡ് നോൺ IT കമ്പനി വാങ്ങാം. 2 എക്സാമ്പിൾ വന്നിട്ട് എയ്തർ യു ക്യാൻ കൺസിഡർ ജാജ് ബട്ട് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് നൗ. ബട്ട് മുമ്പേ അത് ചെയ്തായിരുന്നു. ദ ഐഷർ മോട്ടോർ ഈസ് നൗ എക്സ്പോർട്ടിംഗ് ബിഗ്. അതുപോലെ TVS ഈസ് ഓൾസോ ഡൂയിങ് ബിഗ് എക്സ്പോർട്ട്. ഇതൊക്കെ വൈറസ് സൂചിയാണ്. ഇതുപോലെ യാർ വന്നിട്ട് മോർ ദാൻ 50% ഓഫ് സെയിൽ ആർ ഓൾമോസ്റ്റ് 50% സെയിൽ. അങ്ങനെ എക്സ്പോർട്ട്സ് കിട്ടുമെങ്കിൽ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യാം.